വിവേകികൾക്ക്, ഭക്തന്മാർക്ക് എല്ലാ ദിവസവും ഭഗവാന്റെ അവതാരം അനുസ്മരിക്കാം, സന്തോഷിക്കാം. എന്നാൽ സാധാരണക്കാർക്ക് അത് പറ്റില്ല. അതുകൊണ്ടാണ് വിശേഷ അവതാര ദിവസങ്ങൾ, ദശാവതാര ദിവസങ്ങൾ ഒക്കെ വിശേഷമായിട്ട് കണക്കാക്കിയിരിക്കുന്നു. അതിൽ ഒരു വിശേഷ അവതാരമാണ് വാമന അവതാരം. ചിങ്ങമാസം തിരുവോണം നക്ഷത്രം അഭിജിത്ത് എന്നുള്ള മുഹൂർത്തത്തിലാണ് ഭഗവാന്റെ അവതാരം. അപ്പം അങ്ങനെ പുരാണത്തിൽ ഒരു വാക്യമുണ്ട്, പിന്നെ വേദത്തിലുണ്ട്. അതിൻ്റെ സാരമായിട്ട് പുരാണങ്ങളിലൊക്കെ വളരെ വിസ്തരിച്ചിരിക്കുന്നു. ഒരു പുരാണം മുഴുവൻ അതിന് മാറ്റിവെച്ചിരിക്കുന്നു. വാമന പുരാണം 10,000 ശ്ലോകം. എല്ലാ പുരാണങ്ങളുടെ സാരസംഗ്രഹമായിട്ടുള്ള ഭാഗവതത്തിലെ 9 അധ്യായങ്ങളിൽ 336 ശ്ലോകങ്ങളെ കൊണ്ട് വാമനാവതാരം നിർമ്മിച്ചിരിക്കുക. അപ്പോൾ ഭഗവാന്റെ ഓരോ അവതാരവും ഓരോ രീതിയിൽ, എല്ലാം ധർമ്മസ്ഥാപനത്തിന്. അപ്പോൾ ഭഗവാൻ കൊടുത്ത അധികാരമാണ് മഹാബലിക്ക്. പക്ഷെ അത് തന്ന ഭഗവാനെ മറന്ന് ഒക്കെ തൻ്റെ ഒരു സാമർഥ്യം വന്ന് തെറ്റിദ്ധരിച്ചു, അഹങ്കരിച്ചു. അപ്പോൾ ആ അഹങ്കാരം ഇല്ലാതാക്കി നല്ല ഭക്തനാക്കി തീർത്ത ഒരു പുണ്യദിനമാണ് വാമനാവതാരമായിട്ട്. അത് വായിക്കുന്നവർക്കും അഹങ്കാരമൊക്കെ പോയി, അഹങ്കാരം സർവനാശത്തിന് കാരണം. അപ്പോൾ സർവ അഹങ്കാരമില്ലാതായി നല്ല ഭക്തി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ആ ഭാഗം. എല്ലാത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം ഭക്തി ഉണ്ടാവല്, 5ാമത്തെ പുരുഷാർത്ഥം. അത് നേടിക്കഴിഞ്ഞാൽ അപ്പോഴേ ശരിക്കും മനസ്സിന് സന്തോഷം ഉണ്ടാകും. അപ്പം മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന, ശരിയായിട്ടുള്ള എല്ലാവരും അന്വേഷിച്ചിറക്കുന്ന സന്തോഷം കിട്ടണമെങ്കിൽ എവിടെ വേണം? ഭഗവാനിൽ മനസ്സ് വയ്ക്കണം. അഹങ്കാരാദി ദോഷങ്ങളൊക്കെ പോകണം. അപ്പോൾ വലിയ സന്തോഷം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ അവതാരങ്ങളും, എല്ലാ കഥകളും, എല്ലാ ഉപദേശങ്ങളും അതിനു വേണ്ടിയിട്ടാണ്, ലോകത്തെ അനുഗ്രഹിക്കാൻ. അത് വേദം തുടങ്ങി മഹാഭാരതം, രാമായണം, വേദസാരങ്ങളായിട്ടുള്ള മറ്റ് പുരാണങ്ങൾ, ശാസ്ത്രങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് ഭഗവാനെ സ്മരിച്ച്, വാമനമൂർത്തിയെ സ്മരിച്ച് എല്ലാവർക്കും സന്തോഷം നേടാം. അതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.